അമ്മേ. ആ ആ ആ വെള്ളം. ആ ആ ആ വെള്ളം വെള്ളം. ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, എന്താ ആത്മഹത്യ ചെയ്യണ്ടേ? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്തിനാ പിന്നെ ഈ പണിയൊക്കെ ചെയ്തേ? അത് പിന്നെ എനിക്ക് ജീവിക്കണ്ടെന്ന് തോന്നി. അതാണ്. കടം കയറി ഭയങ്കര ബാധ്യതയായി. എല്ലാം നഷ്ടപ്പെട്ടു. എന്നാ പിന്നെ വേറെ ഒരു മാർഗവുമില്ല ഇതല്ലാതെ. അതാണ് ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. ഇനി ആത്മഹത്യ ചെയ്യണോ? വേണ്ട. ആത്മഹത്യ ചെയ്യുമ്പോ ആ ഒരു വേദന ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റുകയില്ല. സഹിക്കാൻ പറ്റുകയില്ല. പെട്ടെന്ന് തോന്നിയതാ, ഞാൻ ഇനി മരിക്കില്ല. ഗോപാലകൃഷ്ണൻ നന്നായി വിയർക്കുന്നുണ്ടല്ലോ. വെള്ളം കുടിക്കൂ. താങ്കൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്താൽ താങ്കളുടെ ബാധ്യത കുറയുമോ? ഗോപാലകൃഷ്ണൻ ഇപ്പോൾ മരിച്ചെന്ന് കരുതുക. മരിച്ചു. താങ്കളുടെ മറ്റു കാര്യങ്ങളുണ്ടല്ലോ. എന്താ മറ്റു കാര്യങ്ങൾ? താങ്കൾ മരിച്ച ഈ ശരീരം നേരെ ആശുപത്രിയിൽ കൊണ്ടുപോകും. അവിടെ ഇത് കീറി മുറിക്കും. പിന്നെ അവിടുത്തെ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ബോഡി നേരെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ താങ്കളുടെ ഭാര്യയുടെയും മക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും അവസ്ഥ താങ്കളൊന്ന് ഓർത്തു നോക്കിക്കേ. താങ്കളെ സ്നേഹിക്കുന്നവരുടെ മനോവിഷമം അപ്പോൾ താങ്കൾ അറിയുന്നുണ്ടോ? ഗോപാലകൃഷ്ണ, തീർന്നില്ല. ഇനി തൻ്റെ ശരീരം സംസ്കരിക്കണ്ടേ? അതിൻ്റെ ചിലവുകൾ, കർമ്മങ്ങൾ ഓരോന്നും. പിന്നെ ഈ പെരുമരണം എന്ന് പറഞ്ഞു പൂജകൾ പിന്നെ വേറെ. ഇതിൻ്റെയൊക്കെ ബാധ്യത ആര് വഹിക്കും? ബന്ധുക്കൾ അങ്ങ് പോവും. താങ്കൾ ആലോചിച്ചോ? ഞാനിതൊന്നും ആലോചിച്ചില്ല. ഇത്രയും ചിന്തിച്ചില്ല. എൻ്റെ ജീവിതം ഇല്ലാതാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പിന്നെ താങ്കളുടെ ഭാര്യയും കുട്ടികളും വേണ്ട ഇതൊക്കെ ചെയ്യാൻ? അല്ലെങ്കിൽ താങ്കൾക്ക് മോശം കിട്ടുമോ? അപ്പോൾ താങ്കൾ ബാധ്യതയ്ക്കൊരു ബാധ്യത വരുത്തി വെച്ചില്ലേ? ഇനി ആത്മഹത്യ ചെയ്യണോ? എൻ്റെ ഭാര്യ, 2 മക്കൾ, എൻ്റെ കുടുംബം, അവർക്ക് പിന്നെ ആരുമില്ലാതാകും. വേണ്ട, ഇനി എനിക്ക് മരിക്കണ്ട. ഭൂമിയിൽ ഓരോരുത്തർക്കും ഓരോ കടമകൾ ചെയ്തു തീർക്കാനുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്നെ പോലെ. ശരിയാ, ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. താങ്കൾ പറയുന്നതെല്ലാം ശരിയാണ്. അല്ല, ഇപ്പോൾ ഇതൊക്കെ പറയാ താങ്കൾ ആരാണ്? നല്ല ചോദ്യം. ഏതാനും നാളുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തതാണ് ഞാൻ. ഏതാനും നാളുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തതാണ് ഞാൻ.